ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് 2025 കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഒരു വീഡിയോയുടെ എങ്കിലും എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണണം കേട്ടോ. അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ എൻഡിലുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. അടുത്ത തുലാരാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ തുലാരാശിക്കാർക്ക് മാത്രമല്ല തുലാ ലഗ്നക്കാർക്കും കാണാവുന്ന വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ത്രികോണതയൊക്കെ ബലത്തിൽ നിൽക്കുന്ന ടൈമാണെന്ന് പറയുന്നത് അല്ലേ. ശുക്രനെ നോക്കിക്കഴിഞ്ഞാൽ 9 നിൽക്കുന്ന സമയമാണ്. അതുപോലെ ബുധൻ 10 നിൽക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രനും ബുധനും കൂടി ഒന്നിക്കുന്ന സമയമാണ്. ശനി വക്രത്തിൽ 6 നിൽക്കുന്ന സമയമാണ്. നമുക്ക് പൊതുവെ ഒരു ഫേവർ മന്തായിട്ട് തുലാരാശിക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസത്തെ നോക്കി കാണാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ സമയമാണ്. കാരണം നമുക്ക് ശുക്രനായാലും 9 വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയമാണ്. അതുപോലെ വ്യാഴദൃഷ്ടി ഉണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 10 ബുധനും സൂര്യനും കൂടെ നിൽക്കുന്നു. 11 സൂര്യൻ പിന്നെ മാറുന്നുണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കുജനാണ്. ഓക്കെ, കുജൻ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്ന ടൈം തന്നെയാണ് കേട്ടോ. തൊഴിൽ ഭാഗ്യം, തൊഴിൽ നേട്ടമൊക്കെ പറയാവുന്ന സമയമാണ് ഈ മാസം എന്ന് പറയുന്നത്. പ്രൊമോഷനൊക്കെ അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ സ്ഥലം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പരിശ്രമമൊക്കെ എടുത്തവർക്ക് അത് അനുകൂലമായി നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓവറായിട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് പോകാനുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വർക്ക് സിറ്റുവേഷൻ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് അനുകൂലമായി വരാനും ഫേവറേറ്റ് ടൈം ആവാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണലായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായ സാഹചര്യം ഒരുക്കി വരാണ്. നമുക്കൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ കിട്ടാനൊക്കെ യോഗം കാണുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഫാമിലി റിലേറ്റഡ് കുടുംബ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രണയത്തിലൊക്കെയാണ് അത് വിവാഹത്തിലേക്ക് നോക്കുന്നവർക്ക് നോക്കാം. പക്ഷെ എന്താണ്, അവസാന നിമിഷം ചെറിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കറിയാൻ സാധിക്കില്ല ടൈം എന്ന് പറയുന്നത്. കാരണം കുജം 11 നിൽക്കുന്ന സമയമാണ്. കാരണം ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കൂടുതലും അവരുടെ ഈഗോ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ്, ചെറിയ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് കാരണം ഫാമിലി ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറയുന്നത് നമ്മൾ സ്വയം ബുദ്ധിയോടെ ചിന്തിച്ച് മാറ്റുക. കാരണം കുജം 12 നിൽക്കുന്ന ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും. സോ അത് മാക്സിമം നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ വാക്ക് പറയുമ്പോൾ 1, 2, 3 വട്ടം ചിന്തിച്ചിട്ട് ഓരോ വാക്കുകളും പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ജോബ് റിലേറ്റഡ്, ഫാമിലി റിലേറ്റഡ് നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും ഭർത്താവ് റിലേറ്റഡ് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ചില വാക്കുകളൊക്കെ കാരണം നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനൊക്കെ ചാൻസ് നമുക്ക് തള്ളിക്കറിയാൻ പറ്റാത്ത മാസമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുജന നമുക്കൊരു ദേഷ്യത്തെ കൊണ്ടുവന്ന് വരികയാണ്. നമുക്കൊരു ഈഗോ കൂട്ടാനൊക്കെ ചാൻസ് നമുക്ക് തള്ളിക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 10 ബുധനും സൂര്യനും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. നമ്മുടെ ലക്ഷ്യത്തെ നോക്കി നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നൊരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും ആ കൃത്യമായ പരിശ്രമത്തിലൂടെ നമുക്ക് ആ പ്രതിസന്ധികളെ തന്നെ നമുക്കൊരു സ്റ്റെപ്പാക്കി മാറ്റി നമുക്ക് മുന്നോട്ട് ജീവിതത്തിലേക്ക് വിജയത്തിൻ്റെ പാത അല്ലെങ്കിൽ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നമുക്ക് വിജയ പതാക പടർത്തുവാൻ സാധിക്കുന്നൊരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുന്ന പ്രതിസന്ധികളെ തടസ്സങ്ങളെയൊക്കെ നമുക്ക് ഈ ഒരു കൊടിമുടി കയറാൻ സഹായിക്കുന്ന സ്റ്റെപ്പുകളാക്കി മാറ്റി ആ കൊടിമുടിയുടെ ഏറ്റവും ടോപ്പിൽ കയറി നിന്ന് നമുക്ക് എന്താ നമ്മുടെ വിജയ പതാക നമുക്ക് ഉയർത്താൻ സാധിക്കും. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ രാഹു 5 കുജം 11 നിൽക്കുന്ന സമയമാണ്. ശനി വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. സോ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മസിൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത. അതുപോലെ ചെറിയ തരത്തിലുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ആരോഗ്യ കാര്യങ്ങൾ ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. മറ്റൊരു ഏരിയാസ് ശ്രദ്ധിക്കേണ്ടതാണല്ല, ഈ ഒരു ഏരിയാസ് കൂടുതൽ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള മുതിർന്നൊരു 55 വയസ്സ് 60 വയസ്സ് മുകളിലേക്കുള്ള ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അനുകൂലമായ മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാസത്തെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസത്തെ പ്ലാൻ ചെയ്യുക. ഓക്കെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്തൊരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും അല്ലേ.
വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഈസിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ. വ്യക്തമായ പ്ലാനുകൾ മാത്രം മതിയോ? അതാണ് അടുത്ത ചോദ്യം. പോരാ, നമുക്ക് ചെയ്യാനുള്ള മനസ്സും കൂടി വേണം. ചെയ്യാനുള്ള മനസ്സ് മാത്രമേ പോരാ, ചെയ്യുകയും കൂടി ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലേ. നമുക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ പലർക്കും അത് ചെയ്യാൻ മടിയാണ്. പ്ലാനൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ പക്ഷെ മുന്നോട്ടുള്ള ആക്ഷനിൽ അതൊന്നും കാണില്ല, അത്രേ ഉള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താരം കമൻറ്റ് ചെയ്യുകയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ ആണെങ്കിലും പൂർണ്ണ രൂപത്തിൽ കാണണം. വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ കൺക്ലൂഷൻ കാണും. കാരണം ഇതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫലം കാണുമ്പം രാശിഫലം മാത്രമല്ല ലഗ്നഫലം കാണണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, ശരീരം, നമ്മുടെ മാനസികാവസ്ഥ, ഇതൊക്കെ റിലേറ്റ് ചെയ്താണ്. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ടൊരു പ്രിഡിക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മൾ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം. മന്ത്ലി പ്രിഡിക്ഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം. അന്നേരം മാത്രമാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതകത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട്, ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന എവിടെയാണ്, നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ, നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ, അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ, ലഗ്നത്തിന് ബലമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പ്രിഡിക്ഷനിലേക്ക്. ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പ്രിഡിക്ഷനാണ് അല്ലേ. ഒരു കോമൺ പ്രിഡിക്ഷൻ പോലെ ഉണ്ടാകും, നമുക്ക് ഒരിക്കലും എത്ര അക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഓരോരുത്തരുടെ ജാതക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി ഇടാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കോമൺ പ്രിഡിക്ഷൻസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ്, നമ്മൾ വീഡിയോയുടെ പ്രിഡിക്ഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാനോ അല്ല, നമുക്ക് ഒരു സിഗ്നൽ പോലെയാണ്, ഒരു സൈൻ ബോർഡാണ്. അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും, നല്ല രീതിയിൽ എത്താൻ പറ്റും. വേണ്ട കരുതലുകൾ എടുക്കുക, ലോജിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കണ്ണും പൊട്ടി വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ്, അത് ഓട്ടോമാറ്റിക് ലോജിക്കലും കൂടി ചിന്തിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം പക്കയാവുള്ളൂ. ഓക്കെ, സെറ്റ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ. അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ്, നമുക്ക് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം. പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാ എന്നറിയുന്നൊരു ഗ്രൂപ്പല്ല. ഇമ്പോർട്ടൻ്റ്, അത് അഡ്മിൻ ഓൺലി ഗ്രൂപ്പാണ്. മാക്സിമം ടൈം അഡ്മിൻ ഓൺലിയാണ്. അതെന്തെങ്കിലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, മിക്ക സമയം അഡ്മിൻ ഓൺലി തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം, വാട്സപ്പിൽ നിന്ന് കൂടുതൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തൊന്തരവാണ്, ശരിക്കും ഫോൺ ഹാങ്, അങ്ങനത്തെ പ്രശ്നം. ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിൻ ഓൺലിയാക്കി നിർത്തിയേക്കാൻ. നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്കുവെക്കാൻ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്കുവെക്കണം, പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാട്സപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല, എനിക്ക് എപ്പോൾ എവിടെ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണേ. അതുപോലെ നമ്മുടെ പെൻഡിലോ ജ്യോതിഷം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താണ്, ഞങ്ങൾക്കും പഠിക്കണം, പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല. അപ്പം മാസം ഒരു ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു, പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും. വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ടൈം, നമുക്ക് ടൈം കിട്ടണം, അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം. രണ്ടുപേരുടെ ഒരു കൺവീൻസ് നമ്മൾ ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു ദിവസം വെബിനാർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ എന്നാലും വെബിനാർ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന ആ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുക. അപ്പോൾ പെൻഡിലോ ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ, അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട, സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നേരിടുക. എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായിട്ട് മാത്രം.
അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം. നമ്മൾ നല്ല ഈശ്വരവിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുക. എന്നാൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.